ക്ലാസ് പാസ്സായി. അല്ല ഇത് സത്യം പറയടി. സത്യമാണിപ്പ, നല്ല മാർക്കുണ്ട്. എന്നിട്ട് ഭൗമിച്ചെവിടെ? ഇത്ത കുളിക്കാ. ആ മോള് ഇതേ പോലെ പഠിച്ചു. ഞാനും നന്നായി പഠിക്കുന്നുണ്ട്. ടീച്ചർ പറഞ്ഞു ക്ലാസ്സിൽ ഞാൻ മിടുക്കി കുട്ടിയാണെന്ന്. എന്നാ ഉപ്പാന്റെ മിടുക്കി കുട്ടിയൊരു മുത്തെന്താ? നല്ല കുട്ടിയേട്ടാ. ഇനി ഫോൺ മോള് ഉമ്മാക്ക് കൊടുത്തേ. എന്ത് ശല്യം നോക്കി ഓരോ ശകുനങ്ങള്. നിങ്ങക്ക് പുറത്തു പോയി സംസാരിച്ചു വിടാൻ മനുഷ്യ. മോനെ, എന്റെ മൂത്ത മോള് 10ാം ക്ലാസ് പാസ്സായി. സ്കൂളിൽ ഫസ്റ്റാന്നാ പറയണേ. 10ാം ക്ലാസ് അല്ലേ, IAS ഒന്നും അല്ലല്ലോ. പുറത്തു പോയി സംസാരിക്കടോ. ഹലോ, നിങ്ങൾ ആരോടെ കാലത്ത് വഴക്കൂടുന്ന്? അത് റൂമിൽ പുതിയതായി വന്നൊരു പയ്യനുണ്ട്. ഓനോട് തമാശ പറഞ്ഞതാ. നിങ്ങൾ അറിഞ്ഞോ മോള് ജയിച്ച കാര്യങ്ങള്? നമ്മുടെ പ്രാർത്ഥന പഠിച്ചോൻ കേട്ടു. പിന്നെ എല്ലാരും പറയണ മോളെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണമെന്ന്. അതിനെന്താ, ഞാൻ ഈ കട്ടപ്പെടണ മുഴുവനും നിനക്കും 2 പെമ്മക്കും വേണ്ടിയല്ലേ. നിങ്ങൾ പൈസ അയക്കാൻ എന്താ ഇത്രയും വൈകുന്നത്? ഇൻഷാ അല്ലാഹ് നാളെ തന്നെ നമ്മൾ അയക്കുന്നുണ്ട്. എന്നാ ഞാൻ വെക്കട്ടെ. ഒരു മിനിറ്റ്. നീ ഇപ്പൊ പണ്ടത്തെക്കാളും മൊഞ്ചത്തിയാന്ന് കേട്ടില്ലോടി. നേരാണോടി? മിണ്ടാതെ പൊയ്ക്കോളിയാടുന്ന്. ഞാനത് സിനിമാ നടി എല്ലാരും പറയാ. 2 കൊല്ലമായില്ലേ ഒന്ന് കണ്ടിട്ട്. കൊതുകൊണ്ട് പറഞ്ഞു പോയാടൂ. സബൂറാക്കരുതിക്ക. എനിക്ക് കടയിൽ പോവാൻ നേരായി. വെക്കട്ടെ. അസ്സലാം അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ, കൊറേ കാലായിട്ട് ഒറ്റയ്ക്കാ താമസം. ഇപ്പൊ കൂടെ ഒരാളുള്ളത് പെട്ടെന്ന് ഓർത്തില്ല. അതുകൊണ്ടാ രാവിലെ തന്നെ അങ്ങനെ പറ്റിയത്. ഓർക്കണം. വാടകയുടെ കാര്യത്തില് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. മുനവറിനെ ആരുടെ ഔദാര്യത്തിന്റെ ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം, എന്നെ ആരും ഭരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഹലോ, ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്? യെസ് സർ. I think he is busy now, sir. Yes, sir. Okay. Sir, can you give the contact number? Yeah. Yeah. Okay, sure. Thank you, sir. മോഹിനിക്ക പഠിച്ചോനെ, എത്ര ആളുടെ കാലും കൈയും പിടിച്ചതൊന്ന് ഒപ്പിച്ചെടുത്ത്. എന്നിട്ടിപ്പോ എന്താ ചെയ്യ? എന്റെ കുട്ടികളുടെ പഠിപ്പ്. ഒരു 20,000 ഉറുപ്പ്യ അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് നയിക്കണമായിരുന്നു. ഇന്നലെ ഉറങ്ങാൻ നേരം കായ എണ്ണി നോക്കിയപ്പോ ഓക്കെ ആയിരുന്നില്ല. ഇവിടെ വന്ന് നോക്കുമ്പോ 500 ഉറുപ്പ്യ കുറവ്. എന്താ ഉണ്ടായെന്ന് പഠിച്ചോന്നറിയാം. ഇക്ക വിഷമിക്കാതിരി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എങ്ങനെ? എന്നെ ഇക്കാക്ക് അറിയോ? ഒന്നും ഓർമ്മ കിട്ടണില്ല. ഈ ബേജാറിലൊന്നും തെളിഞ്ഞു വരണില്ല മനസ്സിൽ. കുറച്ചു മുമ്പ് ഈ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്തിരുന്ന ഒരു ഷാജഹാനെ അറിയൂ? എന്താ കുട്ടിയത്? അറിയോന്നാ? പണ്ട് അലൈനിന്ന് വരുമ്പോ വണ്ടി മറിഞ്ഞ് ആ ഷാജഹാന്റെ മോളാ. പഠിച്ചോനെ,